ഗുരു, ആ കുട്ടി യേശുവും പിന്നെ അവന്റെ കുടുംബം മുഴുവനും കുറച്ചു സമയത്തിനുള്ളിൽ എത്തും. എനിക്ക് മറ്റെന്തെങ്കിലും ഉത്തരവ് നൽകാനുണ്ടോ? തയ്യാറായിക്കോളൂ ദൈവത്തിന്റെ അത്ഭുതം കാണാനായി. നീ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മാത്രം മതി. എന്റെ മനസ്സു പറയുന്നു, എന്റെ എല്ലാ ശിഷ്യരിലും വെച്ച് ഏറ്റവും ഉത്തമനായ ശിഷ്യനായിരിക്കും ഈ ബാലനെന്ന്. അവൻ ഇന്ന് അംഗീകരിക്കും ഞാനാണ് ഈശ്വരന്റെ സന്ദേശവാഹകനെന്ന്. ഇന്നവൻ അംഗീകരിക്കുന്നതാണ് ഞാനാണ് ഈശ്വരന്റെ സന്ദേശവാഹകനെന്ന്. എന്ന് മാത്രമല്ല, എന്നേക്കും അവൻ എന്റെ ശിഷ്യനായി മാറും. പ്രഭോ! ശരി പ്രഭു, എനിക്ക് അങ്ങ് കേൾക്കാം പ്രഭു. ശരി പ്രഭു, അങ്ങ് ആജ്ഞാപിച്ചാലും പ്രഭു. റബി ഗുരുജി, എന്റെ ചോദ്യം ഒന്ന് ദൈവത്തോട് ചോദിക്കാമോ? ഞാൻ കുറെ നാളുകളായി അതിനെ കാത്തിരിക്കുന്നു പ്രഭു. ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല. കരഞ്ഞെന്റെ കണ്ണുനീർ പറ്റി. ദൈവം തിരഞ്ഞെടുക്കും. ഇന്ന് അദ്ദേഹം ആരുടെ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടതെന്ന് പ്രഭോ എന്നോട് പറയൂ. ഇന്ന് ആരാണ് ആദ്യം അങ്ങയോട് ചോദ്യം ചോദിക്കേണ്ടത്? പറയൂ പ്രഭോ. ഇന്ന് കഴിഞ്ഞ തവണത്തെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയോ? വരൂ പോകാം. മോനെ, അമ്മ നിന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? വൃത്തത്തിന് പുറത്തുള്ളവർ അവർ നമ്മുടെ സ്വന്തക്കാരല്ല. അവരോട് സംസാരിക്കാനോ ഇടപെടാനോ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? പോ. തിരഞ്ഞെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു. വാ, റബ്ബി ഗുരുവിന്റെ ചെരുപ്പ് വൃത്തിയാക്ക. നിറച്ച അഴുക്കുണ്ടതിൽ. തിരഞ്ഞെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു. ഇന്നത്തെ സഭയിൽ ആരുടെ ചോദ്യമാണ് ചോദിക്കേണ്ടതെന്ന് ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവൻ ചോദിക്കട്ടെ, ഇവൻ ചോദിക്കും. വളരെ നന്ദി ഗുരു, വളരെ നന്ദി. അങ്ങയ്ക്കറിയാലോ, ഈ ഒരു ദിവസത്തിനായി ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയാണെന്ന്. അങ്ങ് ദൈവത്തോട് ഒന്ന് സംസാരിക്കൂ ഗുരു, ഒന്ന് സംസാരിക്കൂ. എടാ വിഡ്ഢി, നീ ഇപ്പോൾ റബ്ബിയുടെ പാദങ്ങളിലല്ല പ്രണമിക്കുന്നത്. റബ്ബി ഗുരു നമ്മുടെ സന്ദേശവാഹകൻ മാത്രമാണ്. നീ ഇപ്പോൾ ദൈവത്തോട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവമാണ്. പക്ഷേ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളിൽ ചിലർ നമ്മുടെ ആശീർവാദത്തിന് യോഗ്യരല്ല. ഈ സഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളിൽ ചിലർ സന്തുഷ്ടരാകും, മറ്റു ചിലർ നാണം കെട്ടു പോകേണ്ടി വരും. കാരണം അവർ തമ്മിൽ വിശ്വസിക്കാതെ പരസ്പരം സംശയാലുക്കളായി. നമ്മിൽ പരിപൂർണ സമർപ്പണം ചെയ്തവർക്ക് അവർക്ക് ഈ പൂക്കൾ വഴി ആശീർവാദം ലഭിക്കും. ആരൊക്കെയാണോ അങ്ങനെ ചെയ്യാത്തത്, അവർക്ക് ഈ ചാണകമേറെ കൊണ്ട് നാണക്കേട് സംഭവിക്കും. എറിയ്, അവനെ എറിയ്. നീ എന്നിൽ വിശ്വസിച്ചില്ല. ഗുരു, ഗുരു, എനിക്ക് മാപ്പ് തരൂ ഗുരു. കാലങ്ങളായി ഇവൻ ദേവാലയത്തിൽ വന്നിട്ടില്ല. ദൈവത്തിന് കൊടുക്കാത്തതായി എന്തുണ്ട്? എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ ഇവൻ എന്താണ് ദൈവത്തിന് നൽകിയത്?
ദൈവം ഇവനെ അനുഗ്രഹിച്ചു, പക്ഷെ ഇവൻ ദൈവത്തെ അപമാനിച്ചു, അപമാനിച്ചു, അപമാനിച്ചു. എന്നോട് ക്ഷമിക്കൂ ഗുരു, എനിക്ക് തെറ്റുപറ്റി. ഇനി നിനക്ക് മാപ്പൊന്നും ലഭിക്കില്ല. ഈ സഭയിൽ നിന്ന് പുറത്തു പോകൂ. നിനക്ക് ദൈവത്തിന്റെ കണ്ണുകളിൽ നോക്കാനുള്ള യോഗ്യത നേടി നീ തിരിച്ചു വന്നാൽ മതി. പുറത്തു കിടക്ക, ഈ സഭയിൽ നിന്ന് പുറത്തു കിടക്കാൻ. അമ്മേ, എനിക്കിവിടുന്ന് വീട്ടിൽ പോകണം. ആരും എവിടേക്കും പോകുന്നില്ല. റബി ഗുരു ഇന്ന് നമ്മുടെ കുടുംബം മുഴുവനും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം ക്ഷണം അയച്ചതാണ്. മോനെ, ചെറിയമ്മ പറഞ്ഞത് ശരിയാ. പിന്നെ എന്തൊക്കെയായാലും ഈ സഭയിൽ നിന്ന് തിരികെ പോകുന്നത് ശരിയായ കാര്യമല്ല. കുറച്ചു നേരം കൂടി. ചോദിക്ക്, നിന്റെ ചോദ്യം ചോദിക്ക്. എന്താണ് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ചോദിക്ക്. പ്രഭു, എന്റെ പക്കൽ 2 പശുക്കളുണ്ട്. അതിന്റെ പാലുകൊണ്ട് കച്ചവടം നടത്തിയാണ് ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. 2 പശുക്കളെ കൂടി കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ജീവിതം സന്തോഷമായേനെ. അങ്ങനെ സംഭവിക്കുമോ പ്രഭു? അതെ പ്രഭു, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരും. അത് ഉറപ്പാണ്, ഉറപ്പാണ്. നീ എന്നിൽ വിശ്വസിക്ക്, വരം ലഭിക്കും. ശരി ഗുരു. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞങ്ങളുടെ സന്ദേശം ഈശ്വരനിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് റബ്ബി ഗുരു ഉണ്ട്. അമ്മേ, അമ്മ പറഞ്ഞിട്ടില്ലേ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്? പക്ഷെ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ പരമപിതാവിനോട് വിശ്വാസക്കുറവും റബ്ബി ഗുരുവിനോട് അഗാധമായ വിശ്വാസവുമാണല്ലോ. നമുക്കിവിടെ കുറച്ചാളുകളെ അറിയൂ. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ചിന്തിക്കുന്നത് തീരെ ശരിയല്ല മോനെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മോന്? ആ കുട്ടിയെ അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റൂ. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. വരൂ. എന്നെയോ? പക്ഷേ റബ്ബി ഗുരു എന്റെ മേലിൽ മാല അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, പ്രഭുവിന്റെ പക്കൽ ഭക്തരുടെ അടുത്തെത്താൻ പല വഴികളുമുണ്ട്. വരൂ, ദൈവം നിന്നെ എന്റെ ഉള്ളിൽ നിന്നുമാണ് വിളിക്കുന്നത്. വരൂ വരൂ, ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കൂ. നിങ്ങൾ വരണ്ട, അവൻ ഒറ്റയ്ക്ക് വരണം. ദൈവം വിളിച്ചത് കുട്ടിയെയാണ്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കിയത്. ചെല്ല്. ദൈവം സഹായിച്ച് നീ പഠിപ്പിച്ചതൊക്കെ അവന് മനസ്സിലായാൽ മതിയായിരുന്നു. തന്നിഷ്ടം കാട്ടാതിരുന്നാൽ മതി. പ്രഭു, ശരി പ്രഭു. പ്രഭു, അങ്ങ് ഈ കുട്ടി അങ്ങയുടെ അടുത്തേക്ക് വിളിപ്പിച്ചില്ലേ? ഇനി ഞാൻ അങ്ങയുടെ സന്ദേശവാഹകൻ. ഈ കുട്ടിയുടെ ചോദ്യങ്ങൾ അങ്ങയിലേക്കും അങ്ങയുടെ ഉത്തരങ്ങൾ കുട്ടിയിലേക്കും എത്തിക്കാൻ തയ്യാറാണ്. എനിക്കറിയാം യേശു, റബ്ബി ഗുരു പറയുന്നത് നിന്നെയാണെന്ന്. നീ ഒരിക്കലും അയാളുടെ വാക്കുകളിൽ വീഴരുത്. ഞാൻ പറഞ്ഞതൊക്കെ അവന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണേ. ആജ്ഞ പോലെ പ്രഭു. ചോദിക്ക്, നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം ചോദിക്ക്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ നൽകാം. പക്ഷേ അതിനു മുൻപ് നീ എന്റെ മുന്നിൽ, അതായത് ദൈവത്തിന്റെ മുന്നിൽ നിന്റെ ശിരസ് നമിക്കണം.
എന്റെ ദൈവമേ, യേശു അങ്ങയുടെ പുത്രനാണ്. അവൻ ഇങ്ങനെ ഒരു വ്യക്തിയുടെ മുന്നിൽ ശിരസ് നമിക്കില്ല. ദൈവത്തിന്റെ ദൂതനാണെന്ന് സ്വയം പറയുന്ന ഒരു കാപട്ടിക്കാരന്റെ മുന്നിൽ അങ്ങ് തന്നെ എന്നെ സഹായിക്കൂ പ്രഭു. എപ്പോഴത്തെ പോലെ ശരിയായ സമയത്ത് ശരിയായ ഇടത്ത് തന്നെയാണ് ഞാനുള്ളത്. പക്ഷേ ഈ ആൾക്കൂട്ടം ഇത്രയും നിശബ്ദരായിരിക്കുന്നത് എന്താണ്? സ്വരം, താളം, ലയം എല്ലാം അസ്തമിച്ചിരിക്കുന്നു. സംഗീതമില്ലാത്ത ഈ സഭ എന്തോ പോലെ തോന്നുന്നു. സാരമില്ല, അത് ഞാൻ തന്നെ തുടങ്ങാം. നോക്ക്, ഇതാ പയ്യനല്ലേ അന്ന് റബ്ബി ഗുരുജിക്ക് നേരെ വിരൽ ചൂണ്ടിയവൻ? കണ്ടില്ലേ അവന്റെ ആ നിൽപ്പ്? അവൻ എന്താ റബ്ബി ഗുരുജിക്ക് മുന്നിൽ ശിരസ് നമിക്കാൻ? റബ്ബി ഗുരുവിനെ അപമാനിച്ചാൽ പിന്നെ അവന് ഈ ഗ്രാമത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മിസ്രൈമിലെ പോലെ തന്നെ നിന്റെ മകൻ കാരണം ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താകുമെന്നാ. എന്താ ദൈവത്തിന്റെ മുന്നിൽ ശിരസ് നമിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അഭക്തിയുണ്ടോ? ഗുരുജിക്ക് മുൻപിൽ ഇത്ര അഹങ്കാരമോ? അതും ഈ കൊച്ചു പയ്യന്. ഇപ്പോൾ ഈ യേശുവിനെ ഈ കപട സന്യാസിക്ക് മുൻപിൽ ശിരസ് നമിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ആളുകൾ യേശുവിനെയും അവന്റെ കുടുംബത്തെയും ഗ്രാമത്തിൽ നിന്നും പുറത്താക്കും. ഈ തമാശ കാണാൻ നല്ല രസമായിരിക്കും. അങ്ങയുടെ ഉള്ളിൽ പരമപിതാവ് കുടികൊള്ളുന്നുണ്ട്. പരമപിതാവിന് മുന്നിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. ചോദിക്ക്, എന്ത് ചോദ്യമാണ് നിനക്ക് ചോദിക്കാനുള്ളത്? ഞാൻ നിന്റെ ദൈവമാണ്. നിന്റെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകും. പക്ഷെ അങ്ങ് പരമപിതാവാണെങ്കിൽ അങ്ങ് തന്നെ പറയൂ, എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. അങ്ങിലും എന്നിലും പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും പരമപിതാവ് വസിക്കുന്നുണ്ട്. പിന്നെ അമ്മ പറയുന്നത് പരമപിതാവിനോട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അത് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ്. ഇനി അങ്ങ് പരമപിതാവാണെങ്കിൽ ദയവായി അങ്ങത് പറയൂ, എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. സാരമില്ല, ചിലപ്പോൾ അടുത്ത തവണ ഇതിനുള്ള ഉത്തരം അങ്ങേക്ക് തരാൻ കഴിഞ്ഞേക്കും. നിൽക്ക്. നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്താണ്? ദൈവത്തോട് ഇങ്ങനെയൊക്കെയാണോ ആളുകൾ സംസാരിക്കുന്നത്? ഇനി നീ നിന്റെ മനസ്സിൽ ദൈവത്തിനോട് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നുമില്ലാതെ നുണ പറഞ്ഞ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ മനസ്സിലാക്കിയത് പരമപിതാവ് ഉള്ളിൽ വസിക്കുന്നു എന്നാണ്. അപ്പോൾ പിന്നെ മനസ്സിലുള്ളത് മനസ്സിലാകുമല്ലോ. മര്യാദയ്ക്ക് നീ നിന്റെ ചോദ്യം ചോദിക്ക്. എന്താണ് ചോദിക്കാനുള്ളത്? ശരി, ചോദിക്കാം.
എനിക്ക് ചോദിക്കാനുള്ളത്, പരമപിതാവിന്റെ നാമം തെറ്റായി ഉപയോഗിക്കുന്നത് ഈ ആളുകൾ എന്ന് അവസാനിപ്പിക്കും? അങ്ങേക്ക് എന്റെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ദയവായി നൽകിയാലും. എന്താ അങ്ങേക്ക് ഇതിനുള്ള ഉത്തരമുണ്ടോ? എന്താ ഇനി എനിക്കിവിടുന്ന് പോകാമോ? എനിക്കറിയാം, അമ്മ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ, വൃത്തത്തിനകത്തുള്ള ആളുകളാണെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്ന്. പക്ഷെ അമ്മേ, പരമപിതാവ് നമ്മുടേതല്ലേ. പിതാവും വൃത്തത്തിനുള്ളിലല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ആളുകൾക്ക് നേർവഴി കാട്ടാൻ വേണ്ടി ജനിച്ച ദൈവപുത്രനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പോകാം. നീ എത്ര വേണമെങ്കിലും സന്തോഷിക്കൂ ദൈവദൂത. കാരണം വളരെ പെട്ടെന്ന് തന്നെ എനിക്കും സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും. അങ്ങ് പരമപിതാവാണെങ്കിൽ അങ്ങ് തന്നെ പറയൂ, എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, പരമപിതാവിന്റെ നാമം തെറ്റായി ഉപയോഗിക്കുന്നത് ഈ ആളുകൾ എന്ന് നിർത്തും? അങ്ങേക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തന്നാലും. യേശു, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് നൽകാനായില്ലെങ്കിൽ എന്റെ ഭക്തർ എന്നെ വഞ്ചകനെന്ന് വിളിക്കും. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ ഞാൻ എന്തു ചെയ്യും? യേശു, നിന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ എന്നെ കൊണ്ട് തീർച്ചയായും സാധിക്കും. ഇത് പിടിക്ക്, ഈ ആപ്പിൾ കഴിക്ക്. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ. ഈശ്വരനെ ഓർമ്മിച്ചാലും ഈശ്വരൻ ഉറപ്പായും അങ്ങേ സഹായിക്കും. അതുപോലെ അഥവാ അങ്ങ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ കുട്ടി യേശു പറഞ്ഞതിലൊന്നും തന്നെ യാതൊരു തെറ്റും ഇല്ലല്ലോ. ഗുരു, അങ്ങ് കോപിക്കാതിരിക്കൂ. അങ്ങ് എനിക്ക് ഒരു അവസരം നൽകൂ. ഞാൻ അങ്ങയോട് സത്യം ചെയ്യുന്നു, ആ യേശുവിനെ ആരും ഒന്നും ചെയ്യില്ല, ആരും ഒന്നും ചെയ്യില്ല. പൊയ്ക്കോ, ഇവിടുന്ന് ചെല്ല്. ശാന്തി, ശാന്തനാക്. ശാന്തനായി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. യുദ്ധത്തിന്റെ സമയത്ത് ശാന്തനും ആലോചിക്കേണ്ട സമയം അസ്വസ്ഥനുമായിരിക്കുന്നവൻ എനിക്ക് ഒരു ഉപകാരവും ചെയ്യില്ല.
നിന്നെ പോലെ ഇങ്ങനെ ഒരു കപട സന്യാസിക്ക് വേണ്ടി എന്റെ മുഴുവൻ സമയവും എനിക്ക് പാഴാക്കാനാവില്ല.